PhDയുടെ നിലവിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ രീതിയെല്ലാം മാറുകയാണ്. ഇതുവരെ അതാത് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ അതാത് കോളേജുകളൊക്കെ അപേക്ഷ വിളിച്ച് നടത്തിയിരുന്ന എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് മൊത്തം മാറുകയാണ്. ഇനി എല്ലാം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നെറ്റ് എന്ന് അറിയപ്പെടുന്ന ആ ഒരു ടെസ്റ്റിൻ്റെ സ്കോറിനും അതിനനുസരിച്ചിട്ടുമാണ് വരുന്നത്. എന്തെല്ലാമാണ് ഈ ഡീറ്റെയിൽസ്? നമ്മൾ പല ആളുകളുടെയും ആഗ്രഹമാണ് ഒരു PhD എടുക്കുക, ഡോക്ടറേറ്റ് എടുക്കുക എന്നൊക്കെ ഉള്ളത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത്. നെറ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ PhDകൾക്കും എല്ലാ സർവകലാശാലകളിലേക്കും നിങ്ങൾക്ക് ഇനി അപ്ലിക്കേഷൻ സമർപ്പിക്കാനാവുക. സെപ്പറേറ്റ് അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതില്ല. പല യൂണിവേഴ്സിറ്റികൾക്കും പല രീതിയിൽ അപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന രീതി മാറിയിട്ട് സാധാരണ നടക്കുന്ന നീറ്റൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻസിലേക്ക് പോലെ ആവാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഇത് ഈ വർഷം 2024-25 തന്നെ ഇത് നടപ്പിലാവുന്ന പറയുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു മാറ്റം വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 30 ഇത് അംഗീകരിക്കപ്പെട്ടിരുന്നു. സാധാരണ നെറ്റ് ജൂണിലും ഡിസംബറിലുമാണ് നടക്കാറുള്ളത്. ഈ വരുന്ന ജൂണിലെ പരീക്ഷൻ്റെ അപ്ലിക്കേഷൻ അടുത്തന്നെ ക്ഷണിക്കും. അപ്പോൾ നിലവിലെ രീതി മാറുകയാണ്. JRF പ്ലസ് നെറ്റ് അല്ലെങ്കിൽ നെറ്റുള്ള ആളുകൾക്കൊക്കെ പിന്നീട് ഒരു എൻട്രൻസ് എക്സാമിനേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ PhDക്ക് നൽകി വരാറുണ്ട്. അല്ലെങ്കിൽ PGയുടെ സ്കോറിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ വായിസിറ്റികളൊക്കെ നടത്തി വരുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ PhDക്ക് 70%, പേപ്പറിന് 30% ഇൻ്റർവ്യൂ ഒക്കെ ബേസിൽ നൽകി വരുന്ന ആ ഒരു സിസ്റ്റം പാടെ മാറുകയാണ് എന്നുള്ളതാണ്. പകരം വരുന്നത് മെറിറ്റ് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രവേശനമായിരിക്കും. മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ നെറ്റ് സ്കോറിൻ്റെ 70% എടുക്കും, പ്ലസ് അവരുടെ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൻ്റെ 30% എടുക്കും. ഇത് കൂട്ടിയിട്ടായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. ഇതിൽ ഏറ്റവും ഉയർന്ന സ്കോർ ലഭിക്കുന്ന ആളുകൾക്ക് JRF പ്ലസ് PhD കിട്ടും. പിന്നെ അസിസ്റ്റൻസ് പ്രൊഫസർ നിയമനം കിട്ടും. സെക്കൻഡ് വരുന്ന ആൾക്ക്, പിന്നെ സ്കോർ കുറഞ്ഞ ആൾക്ക് JRF ഇല്ലാതെ PhD പ്രവേശനം കിട്ടും. കേരളത്തിൽ PhD ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ എന്തില്ല, അസിസ്റ്റൻസ് പ്രൊഫസർമാരായിട്ട് നിയമിക്കാറില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു എക്സാമിനേഷൻസിൽ നിന്ന് നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊരൊറ്റ ഒരു ഏകീകരണ പ്രക്രിയയിലേക്ക് വരികയാണ്. ഒരു പക്ഷേ സ്റ്റുഡൻസിനനുസരിച്ച് സുഖമാണ്. പിന്നെ സ്വന്തക്കാരെ കയറ്റി അത്തരം പരാതികളൊക്കെ ഒഴിവാക്കുന്നതിന് കൂടിയിട്ടാണ് UGC ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ ഈ PhD ആയിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്ന ആളുകളും അത്തരം ആളുകളൊക്കെ ഉണ്ടാവും. അവരിലേക്കെല്ലാം ഈ മെസ്സേജസ് ഒന്ന് പാസ് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.